ഇത് സിമിയുടെ ഇന്നലെ കട്ട് ചെയ്ത കഷ്ണമാണ്. ഇത് ഇന്ന് സ്റ്റിച്ച് ചെയ്യുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഷോൾഡർ രണ്ടും വെച്ച് ജോയിൻ ചെയ്യാം. എപ്പോഴും ഇത് ഒരുപോലെ വെക്കണം. ഒന്നിച്ച് നേരെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിന് ഒരാൾക്ക് ഇങ്ങനെ കിട്ടിയില്ല, അടിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞെല്ലാം പോകും. അപ്പോൾ അങ്ങനെ ഉണ്ട്, അവർക്ക് ഇങ്ങനെ ലൈൻ വരച്ചിട്ട് അടിക്കാം. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ അടിക്കേണ്ടത്. എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കണം. ഒരു സ്റ്റിച്ചായാൽ എപ്പോഴും സ്റ്റിച്ച് അഴിഞ്ഞു പോകും. രണ്ട് ഭാഗവും അടിച്ചു കഴിഞ്ഞു ഷോൾഡർ. ഇനി നമുക്ക് നെക്ക് അടിക്കാം. കഴുത്തടിക്കുമ്പോൾ ആദ്യം ഒരു മടക്കാണ് അടിക്കേണ്ടത്. ഒരു മടക്കിൽ ഇങ്ങനെ അടിക്കുക, ഒരു മടക്കിൽ ഇങ്ങനെ അടിക്കുക. അടിച്ചോണ്ട് പോവുക. അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മടക്കിക്കൊണ്ട് വരിക. അപ്പോൾ കറക്റ്റ് ലെവലിൽ അത് കിട്ടും. കറക്റ്റ് ലെവലായില്ലെങ്കിൽ ഒന്നുകൂടി അഴിച്ച് പിന്നെയും അടിക്കുക. പഴയതിൽ തന്നെ ഫസ്റ്റ് ചെയ്ത് നോക്കണം. പഠിക്കുന്നവർ 2 പ്രാവശ്യമെങ്കിലും പഴയതിൽ ചെയ്തിട്ടേ പുതിയത് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പഴയ കോട്ടൺ നെറ്റി ഉണ്ടല്ലോ, ആ നെറ്റിയെല്ലാം ജിഡിൻ്റെ താഴെ വശം കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ അത് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് പഠിക്കാം. ഇത് ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞു ചുറ്റുവശം. ഇനി ഒന്നുകൂടി ഇതിനെ മടക്കിയിട്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടി അതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും. കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കൈയും കൂടി അതുപോലെ മടക്കി അടിക്കണം. അതും അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു പ്രാവശ്യം അടിക്കുക, പിന്നെയും ഒരു പ്രാവശ്യം മടക്കി അടിക്കുക. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഇങ്ങനെ അടിക്കുക. ഇവിടെ നാം തുടങ്ങേണ്ടത്. ഇത് 2 വശവും അടിച്ചു. ഷോൾഡർ ഭാഗം മടക്കി അടിച്ചു, കഴുത്തും കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ റിഗാളിൻ്റെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. ചെസ്റ്റിൽ നിന്നും ഷേപ്പിലേക്ക്, ഇവിടെ നിന്ന് ഷേപ്പിലേക്ക് ജോയിൻ ചെയ്യാം. എപ്പോഴും കൊടുക്കണം. അപ്പോൾ ഇത് ഷോൾഡറും കഴിഞ്ഞു, നെക്കും കഴിഞ്ഞു, ഷേപ്പും ചെസ്റ്റും ജോയിൻ്റ് ആക്കി. ഒരു ഭാഗം മാത്രമാണ് ജോയിൻ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ താഴത്തെ ഭാഗമായ നെറി ഉണ്ടല്ലോ അതിടാം. പ്രില്ല് എന്ന് പറയും, നെറി എന്ന് പറയും, അതിടാം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് അടിക്കുമ്പോണ്ടല്ലോ, ഇങ്ങനെ അടിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയെല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, ഫസ്റ്റ് പഠിക്കുന്നവർക്ക് ഒരു 3/4 ഇഞ്ച് വിട്ടിട്ട് ലൈന് വരക്കാം. ലൈൻ ഇങ്ങനെ ഇങ്ങോളം വരക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി അടിക്കാം. അപ്പോൾ മടക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതുപോലെ മടക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം ലൈൻ തന്നെ അടിച്ചു പോയാൽ വളയാതെ നേരെ അടിക്കാം, സ്ട്രൈറ്റ് അടിക്കാം. അതുപോലെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് പഠിക്കുന്നവർക്കാണ് ഞാൻ പറയുന്നുള്ളത്. അറിയുന്നവർക്ക് നേരെയാവും. ഞാൻ കുറേ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയെല്ലാം വന്നില്ല, ഇവർക്ക് നേരെയായിട്ടില്ല, കുറേ പ്രാവശ്യം ബുദ്ധിമുട്ടായി. അവർക്ക് അങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കെല്ലാം നല്ലതാണല്ലോ ഇത്. അപ്പോൾ അവർക്ക് ഞാൻ ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കൽ. ഇങ്ങനെ ലൈൻ ഇടിക്കും, ഇങ്ങനെ ലൈൻ ഇങ്ങനെ
വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെയ്തു. ഇതുപോലെ ചെയ്തിട്ട് ഫുള്ള്. അപ്പോൾ നെറിയെല്ലാം അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഇവിടുന്ന് അടിച്ച് തുടങ്ങാം. ഇതുപോലെ വെക്കാം. ഇത് ഉൾവശം, ഇതിൻ്റെ നല്ല വശം, ഇത് നല്ല വശം, ഇതിൻ്റെ ഉൾവശമാണ് ബോഡീൻ്റെ. ഇതുപോലെ 1/2 ഇഞ്ചിൽ അവിടെയും ഇങ്ങനെ തെറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ അടിക്കാൻ പറ്റും. അപ്പോൾ അടിയത്തെ നെറി ഉണ്ടല്ലോ, നെറിൻ്റെ സ്റ്റിച്ചിൻ്റെ ബേക്കിൽ കൂടി ആയിരിക്കണം അടിവരേണ്ടത് അവിടേക്ക്, അല്ലെങ്കിൽ ആ സ്റ്റിച്ച് പുറമേക്ക് തോന്നും. ഓക്കെ, അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക. അതുപോലെ അടിക്കാം. ഫുള്ളും അടിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇത് ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ സൈഡ് ജോയിൻ ചെയ്യാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഈസിയാവും. ഓക്കെ, അത് അളവ് നോക്കണം. ഈ ഷോൾഡറും ഇതും ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടും. ഓക്കെ, ഇതുപോലെ 2 പ്രാവശ്യം കൂടി അടിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കര അടിക്കാനാണ് ബാക്കിയുള്ളത്. ഇതിൻ്റെ കര അടിച്ചാൽ സിമി റെഡിയായി. അത് നമ്മൾ നേരത്തെ കഴുത്തും ഷോൾഡർ അടിച്ചതുപോലെ ഫസ്റ്റ് ഒരു മടക്ക് അടിച്ചതിന് ശേഷം പിന്നെ ഒരു മടക്കാണ് അടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തുടങ്ങാം. ഇതുപോലെ മടക്കി. അപ്പോൾ നമ്മുടെ സിമി റെഡി ആയിട്ടുണ്ട്. കര അടിച്ചു, എല്ലാം റെഡിയായി. ഓക്കെ, ഇതാണ് നമ്മളെ സിമീസ്. കര അടിക്കാൻ അറിയുന്നവർക്ക് ഇത് ഞാൻ കാണിച്ചു തരാം. കര അടിക്കാൻ നമുക്ക് നല്ലത് എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഒരു മടക്ക് അടിച്ചതിന് ശേഷം പിന്നെ ഒന്നടിക്കാം. ശേഷം പിന്നൊന്നു കൂടി ഇങ്ങനെ മടക്കി അടിക്കാം. പിന്നൊന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നിച്ചിട്ട് മടക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഇത് 2 പ്രാവശ്യം മടിക്കണ്ട, അതുപോലെ മടിച്ചെടുക്കാം.